ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് PSOHന്റെ യൂണിറ്റ് 3 ആണ്. ചാപ്റ്ററിൻ്റെ പേര് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് ഈ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ തന്നെ 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ആഫ്റ്റർ ഗോയിങ് ത്രൂ യൂണിറ്റ് you should be able to explain each of 3 concepts: forces of production, relations of production, production and modes of production. അതായത് ഉൽപാദന ശക്തികൾ, ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന രീതികൾ, ഈ 3 ആശയങ്ങളെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റിങ്ഷ് ദി എബവ് കൺസെപ്റ്റ് ഫ്രം വൺ അനദർ. അതായത് മുകളിൽ പറഞ്ഞ ആശയങ്ങളെ പരസ്പരം വേർതിരിച്ചറിയുക. ലൊക്കേറ്റ് ദീസ് കൺസെപ്റ്റ്സ് ഇൻ ദി ഓവറോൾ മാർക്സിയൻ വ്യൂ ഓഫ് സൊസൈറ്റി. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള മാർക്സിയൻ വീക്ഷണത്തിൽ ഈ ആശയങ്ങൾ കണ്ടെത്തുക. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിലെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഈ യൂണിറ്റിൽ മാർക്സ് ചരിത്രപരമായ ഭൗതികവാദ സിദ്ധാന്തം നിർമ്മിച്ച 3 പ്രധാന ആശയങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ യൂണിറ്റ് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാതലായ ആശയങ്ങളും അനുബന്ധ ആശയങ്ങളും, പ്രത്യേകിച്ച് മുതലാളിത്ത സമൂഹത്തിലെ മാറ്റത്തെയും സമൂഹത്തിന്റെ പൊതുവായ മാറ്റത്തെയും മാർക്സ് വിശദീകരിച്ച ഉപകരണങ്ങൾ പോലെയാണ്. ഈ ആശയങ്ങൾ ഉപയോഗിച്ച് സമകാലികരെ മനസ്സിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സിദ്ധാന്തം മാർക്സ് വികസിപ്പിച്ചെടുത്തു. സമൂഹത്തെ മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തന പരിപാടിയും അദ്ദേഹം രൂപപ്പെടുത്തി. മാർക്സിയൻ ആശയത്തെക്കുറിച്ച് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഈ യൂണിറ്റിനെ ഇനി പറയുന്ന ക്രമത്തിൽ 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഒന്നാമതായി സെക്ഷൻ 3.2 ഉൽപാദനം എന്ന ആശയത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ ധാരണ നൽകുന്നു. രണ്ടാമതായി സെക്ഷൻ 3.3 നിങ്ങൾ ഉൽപാദന ശക്തികളുടെ ആശയത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ വിഭാഗം ആശയത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും നൽകാനായിട്ട് ഈ ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട്. മൂന്നാമതായി സെക്ഷൻ 3.4 നിങ്ങൾ ഉൽപാദന ബന്ധങ്ങളുടെ ആശയത്തെക്കുറിച്ച് പഠിക്കും. ഇവ സാമൂഹിക ബന്ധങ്ങളാണെന്നും ഉൽപാദനത്തിൻ്റെ ഭൗതികവും സാങ്കേതികവുമായ വശങ്ങളുമായി ആശയക്കുഴപ്പത്തിലാക്കരുതെന്നും വിശദീകരണം ഊന്നി പറയുന്നു. നാലാമതായി സെക്ഷൻ 3.5 ഉൽപാദന രീതികളുടെ ആശയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അവസാന സെക്ഷൻ 3.6 നമ്മൾ 4 ഉൽപാദന രീതികളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദ ക്ലാസ് സ്ട്രക്ചർ. അതായത് വർഗസംഘടന. അതിജീവിക്കാൻ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റ് ജീവിതാവശ്യങ്ങൾ എന്നിവ ആവശ്യമാണ്. പ്രകൃതിയിൽ നിന്ന് ഇവയെല്ലാം അവർക്ക് റെഡിമെയ്ഡ് ആയിട്ടൊന്നും ലഭിക്കില്ല. അപ്പോൾ അതിജീവിക്കാൻ പ്രകൃതിയിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് അവർ ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഭൗതിക ഉൽപാദനം എപ്പോഴും മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാറൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രം, ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ആളുകൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ കഥയാണ്. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ചരിത്രപരമായ പ്രവൃത്തി ഭൗതിക ജീവിതത്തിന്റെ ഉൽപാദനമാണ്. തീർച്ചയായും ഇത് ഒരു ചരിത്രപരമായ പ്രവൃത്തിയാണ്, എല്ലാ ചരിത്രത്തിൻ്റെയും അടിസ്ഥാനമായ അവസ്ഥ. മാർക്സിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ഉൽപാദനം അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ ഉൽപാദനം എന്നത്
പരസ്പര ബന്ധിതമായ ഒരു മൊത്തം എന്ന നിലയിൽ സമൂഹത്തിന്റെ ഘടനാപരമായ ആരംഭ ബിന്ദുവാണ്. സാമ്പത്തിക ഘടകങ്ങൾക്കും മനുഷ്യരാശിയുടെ ചരിത്രപരമായ വികസനത്തിന്റെ മറ്റു വശങ്ങൾക്കും ഇടയിലുള്ള ഒരു പരസ്പര ബന്ധത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സാമ്പത്തിക ഉൽപാദന ഘടകം സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ വിശദീകരിക്കുന്നതിൽ ഒരു പ്രധാന ആശയം തന്നെയാണ്. ഓരോ സമൂഹത്തിന്റെയും സാമ്പത്തികവും സാമൂഹികവുമായ ചരിത്രത്തിന്റെ അടിസ്ഥാനം ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളുമാണെന്ന് അദ്ദേഹം കരുതുന്നു. ഗ്രൻഡ്രിസിലേക്കുള്ള ആമുഖത്തിൽ മാർക്സ് പറയുന്നത് ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ 3 പ്രക്രിയകളും ഒന്നല്ലെങ്കിലും അവ ഒരു സമ്പൂർണതയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. കാരണം പൂർത്തീകരണത്തിനു ശേഷം 3 പ്രക്രിയകളിൽ ഓരോന്നും മറ്റൊരു പ്രക്രിയയെ സൃഷ്ടിക്കുന്നു. ഈ രീതിയിൽ ഒന്ന് മറ്റൊന്നിനെ മധ്യസ്ഥമാക്കുന്നു. ഉദാഹരണത്തിന്, ഉൽപാദനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് ഒരു ഉപഭോഗ വസ്തുവായി മാറുന്നു. അതുപോലെ വിതരണവും ഉൽപാദനവും അടുത്ത ബന്ധമുള്ള പ്രക്രിയയാണ്. ഈ രീതിയിൽ ഈ സാമ്പത്തിക വിഭാഗങ്ങൾ അവയ്ക്കിടയിൽ കൃത്യമായ ബന്ധങ്ങൾ പുലർത്തുന്നു. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക തരം ഉൽപാദനം, ഒരു പ്രത്യേക തരം വിതരണം, കൈമാറ്റം, ഉപഭോഗം എന്നിവ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വിഭാഗങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ചിലതരം ഉൽപാദന ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഉൽപാദനം തന്നെ മറ്റ് സാമ്പത്തിക വിഭാഗങ്ങളെയും അവ തമ്മിലുള്ള വ്യക്തമായ ബന്ധത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് മാർക്സ് വാദിക്കുന്നു. മനുഷ്യ സമൂഹങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ഭൗതിക ഉൽപാദനം എന്ന് വ്യക്തമാണ്. മാർക്സിന് ഉൽപാദനം പൊതുവായതും ചരിത്രപരവുമായ ഒരു വിഭാഗമാണ്. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന റൈറ്റിംഗ്സിൽ മുതലാളിത്ത സമൂഹങ്ങളിലെ ഉൽപാദനത്തിന്റെ ഒരു പ്രത്യേക രൂപങ്ങളെ എടുത്തു കാണിക്കുന്നതിനായിട്ട് മാർക്സ് ഉൽപാദനം എന്ന ഒരു പദം പൊതുവിഭാഗമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മറുവശത്ത് കൃത്യമായ സാമൂഹികവും ചരിത്രപരവുമായ സവിശേഷതകളുള്ള ഉൽപാദനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉൽപാദന രീതിയുടെ ആശയം മാർക്സ് ചർച്ച ചെയ്യുന്നു. ഇതിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത യൂണിറ്റിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും അല്ലെങ്കിൽ പഠിക്കും. ഇവിടെ മനുഷ്യ ചരിത്രത്തിൽ ഉൽപാദനത്തിന്റെ പങ്ക് മാർക്സിന്റെ രചനകളിൽ ഒരു മാർഗനിർദ്ദേശ ത്രെഡായിട്ട് തന്നെ മാറിയെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്ത അല്ലെങ്കിൽ തോട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ ത്രെഡ് ഫോളോ ചെയ്യാം. ഉൽപാദന ശക്തികളെ കുറിച്ച് ഉള്ള ഒരു പരിഗണനയോടെയാണ് നമുക്ക് ആരംഭിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ശക്തികൾ. മനുഷ്യർ പ്രകൃതിയെ എത്രത്തോളം നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ അളവാണ് ഉൽപാദന ശക്തികൾ പ്രകടിപ്പിക്കുന്നത്. ഉൽപാദന ശക്തികൾ കൂടുതൽ പുരോഗമിച്ചിരിക്കുമ്പോൾ പ്രകൃതിയുടെ മേലുള്ള അവരുടെ നിയന്ത്രണം വർദ്ധിക്കുകയും തിരിച്ചും വർദ്ധിക്കുകയും ചെയ്യും. ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതികളാണ് ഉൽപാദന ശക്തികൾ എന്ന് നമുക്ക് പറയാം. അവയിൽ സാങ്കേതിക പരിജ്ഞാനം, ഉപയോഗത്തിലുള്ള ഉപകരണങ്ങളുടെ തരങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, അധ്വാനം, സാങ്കേതിക വിദ്യയുടെ നിലവാരം എന്നിവയെല്ലാം ഉൽപാദന ശക്തികളായിട്ട് കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദന ശക്തികളിൽ ഉൽപാദന മാർഗങ്ങളും തൊഴിൽ ശക്തിയും ഉൾപ്പെടുന്നുണ്ട്. യന്ത്രങ്ങളുടെ വികസനം, തൊഴിൽ പ്രക്രിയയിലെ മാറ്റങ്ങൾ,
പുതിയ ഊർജ സ്രോതസ്സുകൾ തുറക്കൽ, തൊഴിലാളികളുടെ വിദ്യാഭ്യാസം എന്നിവ ഉൽപാദന ശക്തികളിൽ ഉൾപ്പെടുന്നു. ഈ അർത്ഥത്തിൽ ശാസ്ത്രവും അനുബന്ധ കഴിവുകളും ഉൽപാദന ശക്തികളുടെ ഭാഗമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയും. ചില മാർക്സിസ്റ്റുകൾ ഭൂമിശാസ്ത്രപരമോ പാരിസ്ഥിതികമോ ആയ ഇടത്തെ പോലും ഉൽപാദന ശക്തിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം എന്നിവയിലെ അനിയന്ത്രിതമായ മാറ്റങ്ങൾ ഭൗതിക ജീവിതത്തിൽ ഉൽപാദന രീതിയെ തന്നെ ബാധിക്കുകയും ഉൽപാദന ബന്ധങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥയെ ദൃശ്യപരമായി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ അനിയന്ത്രിതമായ മാറ്റങ്ങൾ സ്വയമേവ ഒരു ഉൽപാദന രീതിയെ പുനഃക്രമീകരിക്കുകയോ ചെയ്യുന്നില്ല. അധികാര ബന്ധങ്ങളുടെയും ആധിപത്യ രൂപങ്ങളുടെയും സാമൂഹിക ഘടനയുടെയും ഏതൊരു പുനഃസംഘടനയുടെയും പ്രധാനമായും പോരാട്ടങ്ങളുടെ ഫലമാണ്. പോരാട്ടത്തിന്റെ അവസ്ഥയും സ്വഭാവവും നിർണയിക്കുന്നത് ഭൗതിക ജീവിതത്തിലെ ചേഞ്ചസ് ആണ്. എല്ലാ സാമൂഹിക ക്രമത്തിലും ഉൽപാദനത്തിന്റെ ഭൗതിക ശക്തികളിൽ തുടർച്ചയായ മാറ്റങ്ങളുണ്ട്. ചിലപ്പോൾ ഗോത്ര സമൂഹങ്ങളിൽ എന്ന പോലെ നദികൾ വറ്റൽ, വന നശീകരണം അല്ലെങ്കിൽ മണ്ണിന്റെ ക്ഷീണം തുടങ്ങിയ ചില പ്രകൃതിദത്തവും പാരിസ്ഥിതികവുമായ പ്രതിഭാസങ്ങളാണ് ഈ മാറ്റം സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാലും സാധാരണയായിട്ട് ഈ മാറ്റം ഉൽപാദന ഉപകരണങ്ങളിലെ വികസനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. മനുഷ്യർ എപ്പോഴും തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും ക്ഷാമം മറികടക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഉൽപാദന ശക്തികളുടെ വികസനം മനുഷ്യർ തങ്ങളുടെ അധ്വാനത്തിലൂടെ പ്രകൃതിയെ കീഴടക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തെ പ്രതിഫലിക്കുന്നു. ഉൽപാദന ശക്തികളുടെ വികസനം പ്രാഥമികമാണ്, കാരണം അതൊരു ഘടകത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ഒരർത്ഥത്തിൽ ബാഹ്യമായിട്ടുള്ള കാര്യമാണ്. പ്രേരക ശക്തി ഉൽപാദന ശക്തികൾക്കും ബന്ധങ്ങൾക്കും പുറത്താണ്. ആദ്യത്തേതിൽ പ്രവർത്തിക്കുന്നു. പ്രേരക ശക്തി എന്നത് മനുഷ്യന്റെ സാഹചര്യം മെച്ചപ്പെടുത്താനും ഉൽപാദന ശക്തികളെ വികസിപ്പിച്ചുകൊണ്ട് ക്ഷാമം മറികടക്കാനും ശ്രമിക്കുന്ന യുക്തിസഹവും എപ്പോഴും നിലനിൽക്കുന്നതുമായ പ്രേരണയാണ്. എല്ലാറ്റിനുമുപരി മനുഷ്യൻ പ്രകൃതിയെ അവരുടെ അധ്വാനത്തിലൂടെ പ്രവർത്തിച്ച് സമൂഹത്തെ സൃഷ്ടിക്കുന്ന മൃഗങ്ങളെ പോലെയാണ്. ഉൽപാദന ശക്തികൾ പ്രകൃതിയെ ഉപയോഗ മൂല്യങ്ങളായും വിനിമയ മൂല്യങ്ങളായും മാറ്റുന്നു. മനുഷ്യർ തമ്മിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ തുടർച്ചയായ സംവിധാനങ്ങളുടെ സൃഷ്ടിയും നാശവും ഉൽപാദന ശക്തികൾ നിർബന്ധിക്കുന്നു. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ അറിവും ആധിപത്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപാദന ശക്തികൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അന്തർലീനമായിട്ടുള്ള ഒരു പ്രവണത തന്നെ ഉണ്ട്. ഈ ശക്തികൾ വികസിക്കുമ്പോൾ തുടർച്ചയായ സാമൂഹിക ഉൽപാദന ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും തൽഫലമായി അത് വഴിമാറുകയും ചെയ്യുന്നു. വികസനത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും സംഘർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തേത് ആദ്യത്തേതിനെ നിയന്ത്രിക്കാൻ അസ്ഥിരമാണ്. പിന്നീട് സമൂഹം ഒരു വിപ്ലവ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. പുതിയ സാമ്പത്തിക ഘടനയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഉള്ളവർക്കും പഴയതിന്റെ സംരക്ഷകർക്കും ഇടയിൽ വർഗ സമരം നിലനിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. അടുത്തതാണ് ലേബർ പവർ അല്ലെങ്കിൽ തൊഴിൽ ശക്തി. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഉപയോഗപ്രദമായ ജോലി ചെയ്യാനുള്ള കഴിവാണ് ലേബർ പവർ എന്ന് പറയുന്നു. തൊഴിലാളികൾ അവരുടെ അധ്വാന ശക്തി വിൽക്കുന്നു, അതായത്
ചരക്കുകൾക്ക് മൂല്യം കൂട്ടുന്ന ജോലി ചെയ്യാനുള്ള അവരുടെ കഴിവ് പണമായി നൽകുന്ന കൂലിക്ക് അവർ തങ്ങളുടെ അധ്വാന ശക്തി മുതലാളിക്ക് വിൽക്കുന്നു. അധ്വാന ശക്തിയെ അധ്വാനത്തിൽ നിന്ന് വേർതിരിക്കണം. ചരക്കുകൾക്ക് മൂല്യം കൂട്ടാനുള്ള ഒരാളുടെ ശക്തിയുടെ യഥാർത്ഥ പ്രയോഗമാണ് അധ്വാനം. മിച്ച മൂല്യത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ സർപ്ലസ് സോഴ്സസ് വിശദീകരിക്കാൻ മാർക്സ് ലേബർ പവർ എന്ന വിഭാഗത്തെ ഉപയോഗിക്കുന്നു. മുതലാളിമാർ സാധനങ്ങൾ വാങ്ങാൻ പണം നിക്ഷേപിക്കുകയും പിന്നീട് അവർ നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ പണത്തിന് വിൽക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആ സാധനങ്ങളോട് കുറച്ച് മൂല്യം ചേർത്താൽ മാത്രമേ ഇത് സാധ്യമാകൂ. മാർക്സിന്റെ അഭിപ്രായത്തിൽ അധ്വാന ശക്തി കൃത്യമായി ഒരു കമോഡിറ്റിക്ക് വാല്യൂ കൂട്ടുന്ന ഒരു ശേഷിയാണ്. ലേബർ പവർ വാങ്ങുന്നതിലും യൂസ് ചെയ്യുന്നതിലും മുതലാളിക്ക് അധ്വാനം വേർതിരിച്ചെടുക്കാൻ കഴിയും. അധ്വാനമാണ് മൂല്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയിൽ മിച്ച മൂല്യത്തിന്റെ ഉറവിടം അധ്വാന ശക്തി ഒരു ചരക്കിലേക്ക് ചേർക്കുന്ന മൂല്യത്തേക്കാൾ ചെറുതായ അധ്വാനത്തിന് മുതലാളിമാർ നൽകുന്ന മൂല്യം എന്ന പ്രക്രിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ചരിത്രത്തിന്റെ സവിശേഷതയായ വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക ഉൽപാദന സംഘടനകൾ സമൂഹത്തിന്റെ ഉൽപാദന ശേഷിയുടെ വികാസത്തെ പ്രാപ്തമാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അവ ഉയർന്നു വരികയോ വീഴുകയോ ചെയ്യുന്നു. അങ്ങനെ ഉൽപാദന ശക്തികളുടെ വളർച്ച മനുഷ്യ ചരിത്രത്തിന്റെ പൊതുവായ ഗതിയെ വിശദീകരിക്കുന്നു. എന്നിരുന്നാലും നാം ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഉൽപാദന ശക്തികളിൽ ഉൽപാദന മാർഗങ്ങൾ, അതായത് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, ഫാക്ടറികൾ മുതലായവ മാത്രമല്ല തൊഴിൽ ശക്തി, കഴിവുകൾ, അറിവ്, അനുഭവം, ജോലിയിൽ ഉപയോഗിക്കുന്ന മറ്റു കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അടുത്തതാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ബന്ധങ്ങൾ. ഉൽപാദന ശക്തികൾ മാത്രമല്ല ഭൗതിക ഉൽപാദനത്തിലെ ഘടകങ്ങൾ. ഒരു സമൂഹത്തിൽ സംഘടിച്ച് സംയുക്തമായി ഉൽപാദനം നടത്താൻ ആളുകൾക്ക് കഴിയും. ഈ അർത്ഥത്തിൽ അധ്വാനം എല്ലായ്പ്പോഴും സാമൂഹിക സ്വഭാവമുള്ളതാണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനം നടത്തുന്നതിന് ആളുകൾ പരസ്പരം കൃത്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഈ സാമൂഹിക ബന്ധങ്ങൾക്കുള്ളിൽ മാത്രമേ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ കാണപ്പെടുന്ന സോഷ്യൽ റിലേഷൻസ് ആണ് പ്രൊഡക്ഷൻ റിലേഷൻസ് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് കഴിയും. ഉൽപാദന ശക്തികളുടെ വികാസത്തിന്റെ നിലവാരവും സ്വഭാവവും അനുസരിച്ചാണ് ഈ സാമൂഹിക ബന്ധങ്ങൾ നിർണയിക്കുന്നത്. ഉൽപാദനത്തിന്റെ ശക്തികളും ബന്ധങ്ങളും ശക്തമായി പരസ്പര ബന്ധിതമാണ്. ഒന്നിന്റെ വികസനം മറ്റൊന്നുമായി വർദ്ധിച്ചു വരുന്ന പൊരുത്തക്കേടിലേക്കോ വൈരുദ്ധ്യത്തിലേക്കോ നയിക്കുന്നു. വാസ്തവത്തിൽ ഉൽപാദനത്തിന്റെ രണ്ടു വശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ചരിത്രത്തിന്റെ എഞ്ചിനായിട്ട് പ്രവർത്തിക്കുന്നു. ചരിത്രപരമായ വികസനത്തിലെ കാര്യകാരണ ശൃംഖല ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഉൽപാദന ബന്ധങ്ങളെക്കാൾ ഉൽപാദന ശക്തികളുടെ പ്രാധാന്യം സംബന്ധിച്ച് ധാരാളം തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിസത്തിന്റെ ഈ വ്യാഖ്യാനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. മാർക്സിന്റെ രചനകളിൽ അല്ലെങ്കിൽ റൈറ്റിംഗ്സിൽ ഈ വിഷയത്തിൽ അവ്യക്തതയുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഉൽപാദന ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ അദ്ദേഹം ഉൽപാദന ശക്തികളുടെ സാമൂഹിക മാറ്റത്തിന്റെ പ്രധാന പ്രേരകമായി വിശേഷിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ഉൽപാദന തലവുമായി പൊരുത്തപ്പെടുന്നതായി പറയപ്പെടുന്ന ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദന ശക്തികളെയും മനുഷ്യരെയും ബന്ധിപ്പിക്കുന്നു. ഈ ബന്ധങ്ങൾ രണ്ട് വിശാലമായ തരത്തിലാണ്. ആദ്യത്തേത്
ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ സാങ്കേതിക ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് സാമ്പത്തിക നിയന്ത്രണ ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവ നിയമപരമായി സ്വത്തുടമസ്ഥയായി പ്രകടമാണ്. അവ ഉൽപാദന ശക്തികളിലേക്കും ഉൽപ്പന്നങ്ങളിലേക്കുമുള്ള പ്രവേശനത്തെ നിയന്ത്രിക്കുന്നു. ഉൽപാദന ബന്ധങ്ങളാണ് സാമൂഹിക ഉൽപാദന ബന്ധങ്ങൾ. അതിനാൽ നേരിട്ടുള്ള ഉൽപാദകരോ തൊഴിലാളികളോ അവരുടെ തൊഴിലുടമകളോ അവരുടെ അധ്വാനം നിയന്ത്രിക്കുന്നവരോ തമ്മിലുള്ള ബന്ധവും നേരിട്ടുള്ള ഉൽപാദകർ തമ്മിലുള്ള ബന്ധവും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപാദന ബന്ധം എന്നത് ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥാവകാശം മാത്രമല്ല, തൊഴിലാളിയുമായുള്ള തൊഴിലുടമയുടെ ബന്ധം ആധിപത്യത്തിന്റെയും തൊഴിലാളിയുടെ സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിന്റെയും ബന്ധമാണ്. ഉൽപാദന ബന്ധങ്ങൾ ജനങ്ങളും ആളുകളും തമ്മിലുള്ള ബന്ധമാണ്. അതേസമയം ഉൽപാദന മാർഗങ്ങൾ ജനങ്ങളും വസ്തുക്കളും തമ്മിലുള്ള ബന്ധമാണ്. ഉൽപാദന ശക്തികളുടെ വികാസത്തിന്റെ ആക്കം, ദിശ എന്നിവയെ സ്വാധീനിക്കാൻ ഉൽപാദന ബന്ധങ്ങൾക്ക് കഴിയും. ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദന ശക്തികളുടെ സാമ്പത്തിക ഉടമസ്ഥതയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മുതലാളിത്തത്തിൽ ഈ ബന്ധങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായത് ബൂർഷ്വാസികളുടെ ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥതയാണ്. അതേസമയം തൊഴിലാളി വർഗത്തിന് അതിന്റെ അധ്വാന ശക്തി മാത്രമേ സ്വന്തമായിട്ട് ഉള്ളൂ. ഉൽപാദന ബന്ധങ്ങൾക്ക് ശക്തികളിൽ ആധിപത്യം സ്ഥാപിക്കാനും മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഉദാഹരണത്തിന്, മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങൾ പലപ്പോഴും ഉൽപാദന ഉപകരണങ്ങളെയും തൊഴിൽ പ്രക്രിയയെയും വിപ്ലവകരമായി ബാധിക്കുന്നു. സമൂഹത്തിലെ ഭൗതിക ഉൽപാദന ശക്തികൾ അവയുടെ വികാസത്തിന്റെയും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിലവിലുള്ള ഉൽപാദന ബന്ധങ്ങളുമായി സംഘർഷത്തിലാകുന്നു. ശക്തികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഉൽപാദന രീതികളുടെ തുടർച്ചയായി ചരിത്രം നിലനിൽക്കുന്നതിന് കാരണം. ഏതൊരു ഉൽപാദന രീതിയിലും ശക്തികളും ഉൽപാദന ബന്ധങ്ങളും സാമ്പത്തിക പുരോഗതിയെ മാത്രമല്ല, സമൂഹം മുഴുവൻ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചലനത്തെയും അടിവരയിടുന്നുണ്ട്. അടുത്ത വിഭാഗത്തിൽ ഉൽപാദന രീതിയെ കുറിച്ചുള്ള മാക്സിന്റെ ആശയത്തെ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം. അടുത്തതാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതികൾ. മാക്സിന്റെ രചനയിൽ സാമൂഹിക ചരിത്രത്തിന്റെ ഘട്ടങ്ങളെ വേർതിരിക്കുന്നത് മനുഷ്യർ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിലല്ല, മറിച്ച് ഉപജീവനത്തിനായി ഭൗതിക വസ്തുക്കൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഈ രീതിയിൽ ചരിത്രപരമായ കാലഘട്ടങ്ങൾ ഭൗതിക ഉൽപാദന രീതികളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിതമായതും വ്യത്യസ്തവുമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായ ഭൗതിക പ്രൊഡക്ഷൻ മോഡുകൾ ഉണ്ട്. ഉൽപാദന ശക്തികളും ബന്ധങ്ങളും ഉൽപാദന രീതിയുടെ രണ്ട് വശങ്ങളാണെന്നും നമുക്ക് പറയാം. സമൂഹത്തിലെ ഉൽപാദന ശക്തികൾ മനുഷ്യർ പ്രകൃതിയെ എത്രത്തോളം നിയന്ത്രിക്കുന്നു എന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. ഉൽപാദന ശക്തികൾ കൂടുതൽ പുരോഗമിക്കും തോറും പ്രകൃതിയുടെ മേലുള്ള അവരുടെ നിയന്ത്രണം വർദ്ധിക്കും. ഉൽപ്പാദിപ്പിക്കുന്നതിനായി ആളുകൾ പരസ്പരം കൃത്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഭൗതിക വസ്തുക്കൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ ഉൽപാദന ബന്ധത്തിന്റെ വശമാണിത്. ഈ സാമൂഹിക ബന്ധങ്ങളിൽ ഉൽപാദനം നടക്കുന്നു. ഏതൊരു ചരിത്രപരമായ ഉൽപാദന രീതിയും ഉൽപാദന ശക്തികൾക്കും ഉൽപാദന ബന്ധങ്ങൾക്കും ഇടയിലുള്ള ഒരു അവിഭാജ്യ ഐക്യമാണെന്ന് നമുക്ക് പറയാം. ഉൽപാദന ശക്തികളാണ് ഉൽപാദന ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്നും രണ്ടും ചേർന്ന് ഉൽപാദന രീതിയെ നിർവചിക്കുന്നു എന്നും നമുക്ക് പറയാം. അതാണ് പൊതുവായ സാമ്പത്തിക ചട്ടക്കൂട് അല്ലെങ്കിൽ ജീവിതം നിലനിർത്താനുള്ള മാർഗങ്ങൾ. ആളുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക രീതി.
ഈ അർത്ഥത്തിൽ തുടർച്ചയായ ഉൽപാദന രീതികളാണ് ചരിത്രത്തിന്റെ വ്യവസ്ഥാപിത വിതരണത്തിന്റെ അടിസ്ഥാന ഘടകം. ഉൽപാദന രീതിയുടെ നിർവചനത്തെക്കുറിച്ച് മാർക്സിസ്റ്റ് പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന തർക്കം മാറ്റിവെച്ചാൽ മിച്ചം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതിയും അതിന്റെ ഉപയോഗം നിയന്ത്രിക്കപ്പെടുന്ന രീതിയും ആണ് ഉൽപാദന രീതിയെ നിർവചിക്കുന്നതിലെ നിർണായക ഘടകം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മിച്ചം എന്നാൽ ഉപയോഗമോ ആവശ്യമോ തൃപ്തിപ്പെടുമ്പോൾ ശേഷിക്കുന്ന തുകയാണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത ഉൽപാദന രീതിയിൽ മിച്ചം ലാഭത്തിന്റെ രൂപമെടുക്കുന്നു. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മിച്ചം ഉൽപ്പാദിപ്പിക്കുന്നത്. തൊഴിലാളികൾക്ക് നൽകുന്ന വേതനത്തെക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു. മിച്ചത്തിന്റെ ഉൽപാദനം സമൂഹങ്ങളെ വളരാനും മാറ്റാനും പ്രാപ്തമാക്കുന്നതിനാൽ ഉൽപാദന രീതിയെ നിർവചിക്കുന്നതിൽ ഈ ഘടകം ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഉൽപാദന രീതിക്കും അതിൻ്റെതായ പ്രത്യേക ഉൽപാദന ബന്ധങ്ങളുണ്ട്. ഇവ യാദൃശ്ചികമായോ വികസിപ്പിച്ചെടുത്തതല്ല. സ്വത്തുടമസ്ഥരായ വർഗത്തെ തൊഴിലാളി വർഗത്തിൽ നിന്ന് മിച്ചം വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നതിനാൽ അവ മനഃപൂർവ്വം ക്രമീകരിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം എടുത്തു നോക്കിയ ഫ്യൂഡലിസത്തിന് കീഴിലുള്ള ഉൽപാദന ബന്ധങ്ങൾ അതിലെല്ലാ അർത്ഥത്തിലും ഫ്യൂഡൽ പ്രഭു ആധിപത്യം പുലർത്തുന്നു. ഫ്യൂഡലിസത്തിന് കീഴിലുള്ള ഉൽപാദന ബന്ധങ്ങൾ സെർഫിൽ നിന്ന് മിച്ചം സ്വന്തമാക്കാൻ ഫ്യൂഡൽ പ്രഭുവിനെ പ്രാപ്തമാക്കുന്നതിന് ആവശ്യമാണ്. മുതലാളിത്തത്തിൽ അത്തരം ഒരു ബന്ധം തുടർന്നാൽ അത് പരാജയപ്പെടും. അതിനാൽ മുതലാളിത്തത്തിന് കീഴിൽ ഒരു പുതിയ കൂട്ടം ഉൽപാദന ബന്ധങ്ങൾ വികസിക്കുന്നു. ഈ തൊഴിലാളികളിൽ നിന്ന് മുതലാളിക്ക് ഉചിതമായ മിച്ചമൂല്യം നേടാൻ അനുവദിക്കുന്നു. ഉൽപാദന ശക്തികളോ ഉൽപാദന ബന്ധങ്ങളോ സ്ഥിരമോ അല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അനിശ്ചിത ഉൽപാദന രീതിക്കുള്ളിൽ പോലും ഉൽപാദന ശക്തികൾ മാറിയേക്കാം. ഏതൊരു സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെ തുടർന്ന് വർഷങ്ങൾക്കുള്ളിൽ കൂടുതൽ ഉൽപാദനം നടക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉൽപാദന ശക്തികളിലെ ഈ മാറ്റം ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണമായി. 21-ാം നൂറ്റാണ്ടിലെ തൊഴിലാളികൾ 19-ാം നൂറ്റാണ്ടിലെ ഫാക്ടറി തൊഴിലാളികളെ പോലെ ചൂഷണം ചെയ്യപ്പെട്ടേക്കില്ല. എന്നിരുന്നാലും ചൂഷണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് മാർക്സിസ്റ്റുകൾ വാദിക്കും. കാരണം ആധുനിക തൊഴിലാളികൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ മുൻഗാമികളെക്കാൾ കൂടുതൽ സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്ക് ആനുപാതികമായി അത്ര അധികം ഒന്നും സമ്പാദിക്കാനായിട്ട് കഴിയില്ല. അടുത്തതാണ് 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4 ഉൽപാദന രീതികൾ. ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൽ ഒരു നിശ്ചിത സമയത്ത് ഒന്നിലധികം ഉൽപാദന രീതികൾ നിലനിൽക്കാം. എന്നാൽ എല്ലാ രൂപത്തിലുമുള്ള സമൂഹത്തിലും മറ്റുള്ളവർക്ക് സ്വാധീനം നൽകുന്ന ഒരു നിശ്ചിത തരം ഒരു പ്രൊഡക്ഷൻ തന്നെയുണ്ട്. മനുഷ്യ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തിനിടെ മാർക്സ് തിരിച്ചറിഞ്ഞ 4 ഉൽപാദന രീതികളിൽ ഓരോന്നും നമുക്ക് ഇനി പഠിക്കാം. ആദ്യത്തെയാണ് ഏഷ്യാറ്റിക് പ്രൊഡക്ഷൻ മോഡ്. ഏഷ്യാറ്റിക് പ്രൊഡക്ഷൻ മോഡ് എന്ന കൺസെപ്റ്റ് ഒരു പ്രത്യേക യഥാർത്ഥ ഉൽപാദന രീതിയെ സൂചിപ്പിക്കുന്നു. ഇത് ഏൻഷ്യന്റ് സ്ലാവ് പ്രൊഡക്ഷൻ മോഡിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. ഏഷ്യൻ ഉൽപാദന രീതി അഥവാ ഫ്യൂഡൽ പ്രൊഡക്ഷൻ രീതി. ഇത് ഒരു പ്രാകൃത സമൂഹങ്ങളുടെ സവിശേഷതയാണ്. അവരിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സമൂഹപരമാണ്. ഈ സമൂഹങ്ങൾ പലപ്പോഴും ഭാഗികമായി ബന്ധുത്വ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഘടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമൂഹങ്ങളുടെ സാങ്കല്പിക ഐക്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു അധികാരം സാമ്പത്തിക വിഭവങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും സമൂഹത്തിന്റെ അധ്വാനത്തിന്റെയും ഉൽപാദനത്തിന്റെയും ഒരു ഭാഗം നേരിട്ട് കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു. വർഗരഹിത സമൂഹങ്ങളിൽ നിന്ന് വർഗ സമൂഹങ്ങളിലേക്കുള്ള
പരിവർത്തനത്തിന്റെ സാധ്യമായ രൂപങ്ങളിൽ ഒന്നാണ് ഈ ഉൽപാദന രീതി. ഇത് ഒരു പക്ഷേ ഈ പരിവർത്തനത്തിന്റെ ഏറ്റവും പുരാതനമായ രൂപവുമാണ്. ഈ പരിവർത്തനത്തിന്റെ വൈരുദ്ധ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതായത് ചൂഷണം ചെയ്യുന്ന വർഗങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ഉയർന്നു വരുന്ന രൂപങ്ങളുമായുള്ള സാമുദായിക ഉൽപാദന ബന്ധങ്ങളുടെ സംയോജനം. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഒരു വ്യവസ്ഥാപിത അവതരണവും മാർക്സ് അവശേഷിപ്പിച്ചില്ല. പൊതുജന ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ തന്റെ കൂടുതൽ പൊതുവായ വാദങ്ങളുടെ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി ഇന്ത്യയുടെ ഭൂതകാല വർത്തമാനകാല അവസ്ഥകളിൽ നിന്നുള്ള വസ്തുക്കൾ എടുത്തു കാണിച്ച ചില നിലവിലെ ഇന്ത്യൻ ചോദ്യങ്ങളെ കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തെയും സമൂഹത്തെയും മനസ്സിലാക്കാൻ ഏഷ്യൻ ഉൽപാദന രീതി എന്ന ആശയം അപര്യാപ്തമാണ്. അടുത്തതാണ് മാർക്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി. മാർക്സും ഇന്ത്യൻ സമൂഹവും. മാർക്സ് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പൂർണ്ണമായ ഒരു പഠനം നടത്തിയിട്ടില്ല. ഹിന്ദു മതത്തിന്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന് കാലഹരണപ്പെട്ട ഒരു സാമൂഹിക ചുറ്റുപാടിന്റെ പ്രത്യയശാസ്ത്രമായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ഹിന്ദു സുവർണ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം ഏറ്റവും ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ മാർക്സ് ഏഷ്യൻ സ്വേച്ഛാധിപത്യത്തോടെ ഉള്ള ഒരു ഒട്ടിച്ചേർന്ന ബന്ധമായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇനി അടുത്തതാണ് ഏൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പുരാതന ഉൽപാദന രീതി. ഏൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ മുതലാളിത്ത ഉൽപാദനത്തിന് മുൻപുള്ള രൂപങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ചില പദങ്ങളിൽ അടിമത്തത്തെ ഉൽപാദന വ്യവസ്ഥയുടെ അടിത്തറയായിട്ട് കാണുന്നു. അടിമകളുമായുള്ള യജമാനന്മാരുടെ ബന്ധത്തെ അടിമത്തത്തിന്റെ സത്തയായി കണക്കാക്കുന്നു. ഈ ഉൽപാദന വ്യവസ്ഥയിൽ യജമാനന് അടിമയുടെ മേൽ ഉടമസ്ഥാവകാശമുണ്ട്. അടിമയുടെ അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങൾ കൈവശപ്പെടുത്തുന്നു. അടിമയെ പുനരുൽപാദിപ്പിക്കാൻ അനുവാദമില്ല. കാർഷിക അടിമത്തത്തിൽ ഒതുങ്ങുകയാണെങ്കിൽ ചൂഷണം ഇനി പറയുന്ന രീതികൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നു. അടിമകൾ യജമാനന്റെ ഭൂമിയിൽ പണിയെടുക്കുകയും പകരം അവരുടെ ഉപജീവന മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. അടിമകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അവർ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് യജമാനന്റെ ലാഭം രൂപപ്പെടുത്തുന്നത്. എന്നാൽ സാധാരണയായി മറക്കപ്പെടുന്ന കാര്യം ഇതിനപ്പുറം അടിമകൾക്ക് സ്വന്തം പുനരുൽപാദന മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ്. അടിമത്തത്തിന്റെ പുനരുൽപാദനം സമൂഹത്തിന് പുതിയ അടിമകളെ സ്വന്തമാക്കാനുള്ള ശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് അടിമത്തത്തിലായിരിക്കുന്ന ജനസംഖ്യയുടെ ജനസംഖ്യാ പുനരുൽപാദന ശേഷിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ഉപകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. സഞ്ചയന നിരക്ക് അടിമകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ ഉൽപാദനക്ഷമതയെ നേരിട്ട് ആശ്രയിക്കുന്നില്ല. അടിമകൾ സമൂഹത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം അവർക്ക് സന്താനങ്ങളെ നിഷേധിക്കപ്പെടുന്നു. അവരുടെ വിദേശികൾ എന്ന പദവി ശാശ്വതമാണ്. വിദേശിയിൽ നിന്നാണ് ലാഭമുണ്ടാക്കുന്നത്. അതിനാൽ വ്യവസ്ഥയ്ക്ക് ഒരു നിശ്ചിത തുടർച്ച ഉണ്ടായിരിക്കണമെന്നും ജൈവമാകണമെന്നും ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അടിമയ്ക്ക് ആശ്രിതർ ഉണ്ടാകാൻ അനുവദിക്കരുത്. ഓരോ തലമുറയിലും ക്ഷീണിതരായ അടിമകൾക്ക് പകരമായി വിദേശികളെ പരിചയപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ നൽകണം. ചൂഷണത്തിന്റെ ഈ രണ്ട് തലങ്ങൾക്കിടയിൽ ഒരു അടുപ്പവും ആവശ്യമായ ബന്ധവും നമുക്ക് കാണാം. ഒരു ജനസംഖ്യയ്ക്കും മറ്റൊന്നിനും ഇടയിലുള്ള കൊള്ളയിലൂടെയുള്ള ബന്ധം. അടിമകളുടെ വർഗവും യജമാനന്മാരുടെ വർഗവും തമ്മിലുള്ള ചൂഷണത്തിന്റെ ബന്ധം. അടിമത്തത്തിൽ തൊഴിൽ ശക്തിയുടെ വളർച്ച ഫലപ്രദമായ ജനസംഖ്യാ ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാണ്. ഇത് സ്വാഭാവിക വർധനവ് മൂലമുണ്ടാകുന്ന ജനസംഖ്യാ വളർച്ചയെയല്ല, മറിച്ച് വിദേശ വ്യക്തികളെ പിടികൂടുന്നതിനായി നീക്കിവെച്ചിരിക്കുന്ന മാർഗങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തൊഴിൽ ഉൽപാദനക്ഷമതയിലെ വളർച്ച കണക്കിലെടുക്കാതെ
അടിമകളുടെ ഗുണത്തിലൂടെയാണ് സഞ്ചയനത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഈ ചൂഷണ രീതി സമൂഹത്തിൽ ജനസംഖ്യാപരമായ കൃത്രിമത്വം അനുവദിക്കുന്നു. ജനന നിരക്കിൽ മാറ്റം വരുത്താനും ജനന സമയത്തെ പ്രായം, ജീവിത ദൈർഘ്യം, പ്രത്യേകിച്ച് സജീവമായ ജീവിതം എന്നിവയിൽ കൃത്രിമത്വം വരുത്താനും ഇത് അനുവദിക്കുന്നു. അടിമ ഉൽപാദന രീതിയുടെ ആധിപത്യം നിർണയിക്കുന്നത് അടിമകളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ സ്ഥാനത്തിലാണ്. അതായത് വരേണ്യ വർഗം അവരുടെ സമ്പത്തിനായി അവരെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നതിലാണ്. അടുത്തതാണ് അഗ്രികൾച്ചറൽ സ്ലേവറി അല്ലെങ്കിൽ കാർഷിക അടിമത്തം. മാർക്സ് പരാമർശിച്ച അടിമത്ത ഉൽപാദന രീതി റോമൻ സാമ്രാജ്യത്തിന്റെ രൂപീകരണ സമയത്ത് ഇറ്റലിയിൽ നിലനിന്നിരുന്നു. AD 200ഓടെ ഈ സാമ്രാജ്യത്തിൽ പടിഞ്ഞാറൻ ഏഷ്യ, ഈജിപ്ത് മുതൽ മൊറോക്കോ വരെയുള്ള മുഴുവൻ വടക്കൻ ആഫ്രിക്കയും ബ്രിട്ടൻ ഉൾപ്പെടെ യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്നു. ഇതിന് ഏകദേശം 1,75,000 ചതുരശ്ര മൈൽ വിസ്തൃതിയും ഏകദേശം 60 ദശലക്ഷം ജനസംഖ്യയും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ സാമ്രാജ്യം വ്യക്തമായും വ്യത്യസ്ത ഉൽപാദന രീതികളുള്ള വൈവിധ്യമാർന്ന സമൂഹങ്ങളുടെ മിശ്രിതമായിരുന്നു. റോമൻ ഇറ്റലിയിൽ മാത്രം കരയിലെ അടിമത്തം മുൻപ് അനുഭവിച്ചിട്ടില്ലാത്തതിനേക്കാൾ പ്രാധാന്യം കൈവരിച്ചു. കൂടാതെ ചില നഗര സംസ്ഥാനങ്ങളിൽ, ഏതൻസ് പോലുള്ള ചില രാജ്യങ്ങളിൽ അടിമത്തം ഒരു പ്രബലമായ ഉൽപാദന രീതി തന്നെ ആയിരുന്നു. ഈ ഭരണകൂടങ്ങളിലെ ഭരണവർഗങ്ങൾ അടിമത്തത്തിൽ നിന്ന് സമ്പത്ത് സമ്പാദിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പകുതിയിൽ ഉൽപാദനം പുരാതനത്തിൽ നിന്ന് ഫ്യൂഡൽ രീതിയിലേക്ക് മാറി. അടുത്തതാണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഫ്യൂഡൽ ഉൽപാദന രീതി. മുതലാളിത്ത ഉൽപാദന രീതിയുടെ നിർവചനത്തിലായിരുന്നു മാർക്സും ഏംഗൽസും പ്രാഥമികമായി താല്പര്യം കാണിച്ചത്. ഫ്യൂഡലിസത്തെ കുറിച്ചുള്ള അവരുടെ എഴുത്ത് ആ താല്പര്യത്തെ പ്രതിഫലിക്കുന്നതായി. കൂടാതെ ഫ്യൂഡൽ മുതലാളിത്ത ഉൽപാദന രീതികൾ തമ്മിലുള്ള പരിവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അധ്വാനത്തിന്റെ നിലനിൽപ്പ് രൂപത്തെക്കുറിച്ചും അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഭരണവർഗങ്ങൾ സ്വന്തമാക്കിയ രീതിയെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മുതലാളിമാർ തൊഴിലാളികളെയോ തൊഴിലാളി വർഗത്തെയോ ചൂഷണം ചെയ്തതുപോലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ അവരുടെ കുടിയാന്മാരെയോ സെർഫുകളെയോ ചൂഷണം ചെയ്തു. മുതലാളിമാർ സർപ്ലസ് പിടിച്ചെടുത്തു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ അവരുടെ സെർഫുകളിൽ നിന്ന് ഭൂമി വാടക കൈക്കലാക്കി. നിയമപരമായി സ്വതന്ത്രരല്ലാത്തതിനാൽ സെർഫുകൾക്ക് സ്വത്തവകാശം നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും അവർക്ക് യജമാനന്റെ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഉപജീവനത്തിനും കർഷക കുടുംബ സമ്പദ് വ്യവസ്ഥയുടെ ലളിതമായ പുനരുൽപാദനത്തിനും ആവശ്യമായതിനേക്കാൾ അവരുടെ അധ്വാനമോ അവരുടെ അധ്വാനത്തിൽ നിന്ന് ഉൽപ്പന്നമോ ഉപേക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. ഒരു മേലധികാരിയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സെർഫുകളോ ഉൽപാദകരോ നിർബന്ധിതരായി. ഈ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സേവനങ്ങളുടെ രൂപത്തിലാകാം, പണമായോ പദാർത്ഥമായോ നൽകേണ്ട കുടിശ്ശികളുടെ രൂപത്തിലും ആകാം ഇവ. കർഷകരുടെ കുടുംബ സ്വത്തുക്കളിൽ നിന്ന് കുടിശ്ശികകളോ നികുതികളോ ചുമത്തി. അങ്ങനെ സേവനങ്ങളുടെ രൂപത്തിലോ നികുതികളുടെ രൂപത്തിലോ ഫ്യൂഡൽ വാടക ഫ്യൂഡൽ ഉൽപാദന രീതിയുടെ ഒരു പ്രധാന ഘടകമായിരുന്നു. സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഫ്യൂഡൽ പ്രഭുവിന് സെർഫുകളെ നിർബന്ധിക്കാൻ കഴിഞ്ഞു. ഈ അധികാരത്തിന് നിയമത്തിന്റെ പിൻബലവും ഉണ്ടായിരുന്നു. ഈ ഉൽപാദന രീതിയിൽ സെർഫോം ഭരണാധികാരികൾക്കും സേവകർക്കും ഇടയിലുള്ള നേരിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്യൂഡൽ സെർഫോമിൽ ഉൽപാദന ഉപകരണങ്ങൾ ലളിതവും വിലകുറഞ്ഞതുമായിരുന്നു. മാർക്സും ഏംഗൽസും ഫ്യൂഡൽ സമൂഹത്തെ പുരാതന ലോകത്തിലെ അടിമ സമൂഹത്തിനും ആധുനിക കാലഘട്ടത്തിലെ മുതലാളിമാർക്കും തൊഴിലാളി വർഗത്തിനും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായി കണ്ടു. ഫ്യൂഡൽ വ്യവസ്ഥയുടെ പരിണാമം
പ്രാദേശിക വിപണികളിൽ കാർഷിക ഉൽപാദന ഉൽപ്പന്നങ്ങളുടെ വിനിമയത്തിന് കാരണമായി. ഭരണവർഗത്തിന്റെയും ഉന്നത സഭാ ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക ആവശ്യങ്ങൾ പട്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, വീഞ്ഞ് തുടങ്ങിയ ഉപഭോഗ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രചോദനം നൽകി. ഈ പ്രവർത്തനത്തെ ചുറ്റിപ്പറ്റിയാണ് അന്താരാഷ്ട്ര വ്യാപാര റൂട്ടുകളും വ്യാപാര കേന്ദ്രങ്ങളും വികസിച്ചത്. ഇത് മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങൾക്ക് അടിത്തറയിട്ടു. അത് വ്യവസ്ഥയുടെ പ്രധാന വൈരുദ്ധ്യമായി മാറുകയും അതിന് തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഈ പരിവർത്തനത്തിനിടയിൽ നിരവധി കർഷകരെ അവരുടെ ഭൂമിയിൽ നിന്ന് തട്ടിയെടുക്കുകയും കൂലി തൊഴിലാളികളാകാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അടുത്തതാണ് ക്യാപിറ്റൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, മുതലാളിത്ത ഉൽപാദന രീതി. മൂലധനം പ്രബലമായ ഉൽപാദന മാർഗങ്ങളായ ഒരു ഉൽപാദന രീതിയെയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. മൂലധനം വിവിധ രൂപങ്ങളിലാകാം. അധ്വാന ശക്തിക്കും ഉൽപാദന സാമഗ്രികളും വാങ്ങുന്നതിനുള്ള പണത്തിന്റെയോ ക്രെഡിറ്റിന്റെയോ രൂപമെടുക്കാം. ഭൗതിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള പണമോ ക്രെഡിറ്റോ ആകാം. മുതലാളിത്ത ഉൽപാദന രീതിയിൽ വിവിധ രൂപങ്ങളിലുള്ള മൂലധനത്തിന്റെ സ്വകാര്യ ഉടമസ്ഥാവകാശം ഒരു വർഗ മുതലാളിമാരുടെ കൈകളിലാണ്. മുതലാളിമാരുടെ ഉടമസ്ഥാവകാശം ബഹുജനങ്ങളെ ഒഴിവാക്കുന്ന ഒന്നാണ്. ഉൽപാദന രീതി എന്ന നിലയിൽ മുതലാളിത്തത്തിന്റെ ഒരു കേന്ദ്ര സവിശേഷതയായി ഇതിനെ കണക്കാക്കാം. ഉൽപാദന രീതി എന്ന നിലയിൽ മുതലാളിത്തത്തിന് താഴെ പറയുന്ന നമുക്ക് സ്വഭാവ സവിശേഷതകൾ കാണാനായിട്ട് കഴിയും. ഒരു ഉൽപാദന രീതി എന്ന നിലയിൽ മുതലാളിത്തത്തിന് താഴെ പറയുന്ന സ്വഭാവ സവിശേഷതകളാണ് നമുക്ക് കാണുന്നത്. സ്വന്തം ഉപയോഗത്തെക്കാൾ വിൽപ്പനയ്ക്കാണ് സാധനങ്ങൾ നിർമ്മിക്കുന്നത്. ഉപയോഗപ്രദമായ ജോലി അല്ലെങ്കിൽ അധ്വാന ശക്തി ചെയ്യാനുള്ള ശേഷി ഒരു വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലിക്ക് അധ്വാന ശക്തി പണവേതനത്തിനായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. പുരാതന ഉൽപാദന രീതിയിൽ തൊഴിലാളികൾ അവരുടെ അധ്വാനം ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥരായിരുന്നു അല്ലെങ്കിൽ നിർബന്ധിതരായിരുന്നു. നേരെ മറിച്ച് മുതലാളിത്ത ഉൽപാദന രീതിയിൽ തൊഴിലാളികൾ തൊഴിലുടമകളുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. പണത്തിന്റെ വിനിമയ മാധ്യമമായി ഉപയോഗം ഇത് ബാങ്കുകൾക്കും സാമ്പത്തിക ഇടനിലക്കാർക്കും ഒരു പ്രധാന പങ്ക് തന്നെ നൽകുന്നു. ഉൽപാദന പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് മുതലാളിമാരോ അവരുടെ മാനേജർമാരോ ആണ്. സാമ്പത്തിക തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്നത് മുതലാളിത്ത സംരംഭകരാണ്. വ്യക്തിഗത മുതലാളിമാർ തൊഴിൽ, ധനകാര്യം എന്നിവയുടെ നിയന്ത്രണത്തിനായി മത്സരിക്കുന്നു. ഒരു ഉൽപാദന രീതി എന്ന നിലയിൽ മുതലാളിത്തം ആദ്യം ഉയർന്നു വന്നത് യൂറോപ്പിലാണ്. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച വ്യവസായിക വിപ്ലവം സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും അതിനനുസരിച്ച് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. മാർക്സ് മുതലാളിത്തത്തെ ഒരു ചരിത്ര ഘട്ടമായിട്ടാണ് വീക്ഷിച്ചത്. ഒടുവിൽ സോഷ്യലിസം അതിനെ മാറ്റിസ്ഥാപിക്കും. അടുത്തതാണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, അതായത് മുതലാളിത്ത സമൂഹം. സ്വകാര്യ മുതലാളിത്ത ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദന ശക്തികളുടെ വമ്പിച്ച വളർച്ചയ്ക്ക് കാരണമായി. ഉൽപാദന ശക്തികളുടെ ഈ വളർച്ചയോടെ ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഉൽപാദന ശക്തികളുമായി പൊരുത്തപ്പെടുന്നത് മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങൾ അവസാനിച്ചു. മുതലാളിത്ത ഉൽപാദന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യവും ഉൽപാദനത്തിന്റെ സാമൂഹിക സ്വഭാവവും സ്വകാര്യ മുതലാളിത്ത രൂപത്തിലുള്ള സ്വായത്തീകരണവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. മുതലാളിത്ത സമൂഹത്തിലെ ഉൽപാദനം ശ്രദ്ധേയമായി വ്യക്തമായ സാമൂഹിക സ്വഭാവം വഹിക്കുന്നു. ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലിയ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് സാമൂഹിക ഉൽപാദനത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ഉൽപാദന മാർഗങ്ങളുടെ ഉടമകളുടെ ഒരു ചെറിയ കൂട്ടം കൈവശപ്പെടുത്തുന്നു. ഇതാണ് മുതലാളിത്തത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക വൈരുദ്ധ്യം. വിപരീതങ്ങളുടെ ഈ വൈരുദ്ധ്യമോ
സംഘർഷമോ സാമ്പത്തിക പ്രതിസന്ധിക്കും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകുന്നു. ബൂർഷ്വാസിയും തൊഴിലാളി വർഗവും തമ്മിലുള്ള കടുത്ത വർഗ പോരാട്ടങ്ങൾക്ക് ഇവ കാരണമാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തൊഴിലാളി വർഗം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം കൊണ്ടുവരാൻ സഹായിക്കും. മാർക്സിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ വിപ്ലവം മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങളെ ഇല്ലാതാക്കുകയും പുതിയ ഗുണപരമായ മാറ്റത്തിന്, അതായത് കമ്മ്യൂണിസ്റ്റ് സാമൂഹിക സാമ്പത്തിക രൂപീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. നേരത്തെ കണ്ടതുപോലെ പുതിയ കമ്മ്യൂണിസ്റ്റ് സാമൂഹിക സാമ്പത്തിക രൂപീകരണം അതിന്റെ വികാസത്തിൽ 2 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു: സോഷ്യലിസം, കമ്മ്യൂണിസം. സോഷ്യലിസം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുന്നു. ഇത് ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നു. അത്തരമൊരു സമൂഹത്തിൽ തൊഴിലാളി വർഗം സംയുക്തമായി ഉൽപാദനോപാധികൾ സ്വന്തമാക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഘട്ടമാണിത്. ഇതും പിന്നീട് വരും. രാഷ്ട്രരഹിത സമൂഹത്തിലേക്ക് നയിക്കുന്ന ഭരണകൂട ഉപകരണത്തെ ഇല്ലാതാക്കുക. രാഷ്ട്രരഹിത സമൂഹത്തിന്റെ ഈ ഘട്ടം കമ്മ്യൂണിസത്തിൽ സാധ്യമാകും. അവിടെ വൈരുദ്ധ്യാത്മകത ഒടുവിൽ വികസിക്കുകയും വർഗങ്ങൾക്കുള്ളിൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. വൈരുദ്ധ്യാത്മക നിയമങ്ങൾ അനുസരിച്ച് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കും. കാരണം ഇതാണ് വികസനത്തിന്റെ അടിസ്ഥാനം. കമ്മ്യൂണിസത്തിന് കീഴിൽ ആദിമ കമ്മ്യൂണിസത്തിലെന്ന പോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകും. ഇപ്പോൾ അടിസ്ഥാന വ്യത്യാസം സാങ്കേതിക വിദ്യയുടെ നിലവാരം ഉയർന്നതായിരിക്കുകയും പ്രകൃതി കൂടുതൽ കാര്യക്ഷമമായി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും എന്നതാണ്. അങ്ങനെ സമൂഹ ചരിത്രത്തെ കുറിച്ച് മാർക്സിന്റെ വ്യാഖ്യാനത്തിൽ വൈരുദ്ധ്യാത്മകതയുടെ 3 നിയമങ്ങൾ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ ചാപ്റ്റർ നമ്മൾ അവസാനിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ തന്നെ 4 പ്രൊഡക്ഷൻസ് ഉണ്ട്: ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. താങ്ക് യു.